നെക്സ്റ്റ് പാരാമീറ്റർ റേഡിയേഷൻ റെസിസ്റ്റൻസ്. അപ്പൊ റേഡിയേഷൻ റെസിസ്റ്റൻസ് എന്താ നോക്കാം. അതിന്റെ ഡെഫിനേഷൻ വരുന്നത് ഇറ്റ് റെപ്രസെന്റ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ടോട്ടൽ എനർജി റേഡിയേറ്റഡ് ഫ്രം ട്രാൻസ്മിറ്റിംഗ് ആന്റിന ആൻഡ് ദ കറന്റ് ഫ്ലോ ഇൻ ദ ആന്റിന എന്ന് പറഞ്ഞത്. അപ്പൊ റേഡിയേഷൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ആന്റിനയിൽ നമുക്ക് സിഗ്നൽസ് പാസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന റേഡിയേഷൻ റെസിസ്റ്റൻസ് ഉണ്ട്. എന്താണ് അതിന്റെ റെസിസ്റ്റൻസ് എന്നുള്ളത്? അതിന്റെ റിലേഷൻ ആണ് ട്രാൻസ്മിറ്റിംഗ് ആന്റിന റേഡിയേറ്റഡ് ടോട്ടൽ എനർജി റേഡിയേറ്റഡ് ഫ്രം ട്രാൻസ്മിറ്റിംഗ് ആന്റിന ആൻഡ് കറന്റ് ഫ്ലോയിങ് ഇൻ ദ ആന്റിന എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ അതിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പവറിന്റെ ഇക്വേഷൻ എടുക്കാം. W is equal to I square R എന്നാണ്. അപ്പൊ R is equal to W divided by I square. ഇതിനകത്ത് ടോട്ടൽ പവർ എന്ന് പറയുമ്പോഴത്തേക്ക് റേഡിയേറ്റഡ് പവറും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ലോസും ആകുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ പവർ എടുക്കുന്നത്. WT is equal to WR plus WL. WT എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ പവർ ആണ്, WR എന്ന് പറഞ്ഞാൽ റേഡിയേറ്റഡ് പവർ ആണ്, WL എന്ന് പറഞ്ഞാൽ ലോസ് ആണ്. അപ്പൊ നമ്മളിവിടെ റേഡിയേഷൻ റെസിസ്റ്റൻസ് എടുക്കുമ്പോഴത്തേക്ക് റേഡിയേറ്റഡ് പവർ മാത്രം നമ്മളിവിടെ കൺസിഡർ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് WT എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടൽ പവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റേഡിയേഷൻ റെസിസ്റ്റൻസും ഉണ്ടായിരിക്കും, അതുപോലെ ലോസ് ഉള്ള ഹീറ്റ് ലോസ് അല്ലെങ്കിൽ ഹീറ്റ് ലോസ് വഴി ഉണ്ടാകുന്ന റെസിസ്റ്റൻസും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളിവിടെ കോമൺ ആയിട്ട് I സ്ക്വയർ എടുത്തു കഴിയുമ്പോഴത്തേക്ക് WT ടോട്ടൽ പവർ ഇസ് ഈക്വൽ ടു I സ്ക്വയർ ഇൻറ്റു റേഡിയേഷൻ റെസിസ്റ്റൻസ് പ്ലസ് ലോസ് റെസിസ്റ്റൻസ്. ഇത്രയും കേസ് നമ്മളിവിടെ എടുക്കും. അപ്പൊ അതിനകത്ത് നമ്മൾ എടുക്കുന്നത് കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ W is equal to I സ്ക്വയർ R എന്ന് പറയുമ്പോഴത്തേക്ക് R പ്ലസ് R അല്ലായിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്റ്റീഷ്യസ് റെസിസ്റ്റൻസ് ആണ്, അതായത് ഒരു ഇമാജിനറി റെസിസ്റ്റൻസ് എന്നാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇവിടെ നമുക്ക് റേഡിയേഷൻ റെസിസ്റ്റൻസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതുകൊണ്ട് നമുക്ക് ചെയ്യുന്നത് R is equal to WT divided by I square. അതായത് നമുക്ക് എന്താ ടോട്ടൽ പവർ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് കറണ്ട് ത്രൂ ദി ആന്റിന എന്നാണ് പറയുന്നത്. ഇനി ഈ റേഡിയേഷൻ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷൻ ഓഫ് ആന്റിന, അതുപോലെ തന്നെ സെക്കൻഡ് വൺ ദ പോയിന്റ് വെയർ റേഡിയേഷൻ റെസിസ്റ്റൻസ് കൺസിഡേർഡ്, തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ഓഫ് ആന്റിന വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, ഫോർത്ത് വൺ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ദി ഡയമീറ്റർ ഓഫ് കണ്ടക്ടർ യൂസ്ഡ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ വേറൊരു ഫാക്ടറും കൂടെ നമുക്ക് ഇതിനെ ഡിപ്പെൻഡ്, അതിനാണ് കൊറോണ ഡിസ്ചാർജ് എന്ന് നമ്മളിവിടെ പറയും. കൊറോണ ഡിസ്ചാർജ് എന്ന് നമ്മളിവിടെ പറയുമ്പോഴത്തേക്ക് അതിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൂമിനൻസ് ഡിസ്ചാർജ് റൗണ്ട് ദ സർഫസ് ഓഫ് ആന്റിന ഡ്യൂ ടു ദ അയണൈസേഷൻ ഓഫ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂമിനൻസ് ഡിസ്ചാർജ് ആണ്. ലൈറ്റിന്റെ ഇതാണ് വരുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയണൈസേഷൻ ഓഫ് എയർ, നമ്മുടെ ആന്റിനയുടെ ചുറ്റുമുള്ള എയറിന്റെ അയണൈസേഷന്റെ ഇതനുസരിച്ച് നമുക്ക് ഒരു ഡിസ്ചാർജ് ലൂമിനൻസ് ഡിസ്ചാർജ് ആയിട്ട് വരുന്ന ഒരു കൊറോണ ഡിസ്ചാർജ് എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടി നമ്മുടെ ഈ റേഡിയേഷൻ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് 5 ഫാക്ടറാണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഇത്രയാണ് റേഡിയേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പാരാമീറ്റർ ആന്റിനയുടെ 4ാമത്തെ പാരാമീറ്റർ ആണ്.